ആദ്യം റോഷിയിലേക്ക് ഒന്ന് പോകണം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇന്നലെ റോഷി ബ്രേക്ക് ചെയ്ത വാർത്തയാണ്. റോഷി, നമ്മൾ ആ വാർത്ത ബ്രേക്ക് ചെയ്തപ്പോൾ എന്തൊക്കെയായിരുന്നു ആളുകൾ പറഞ്ഞത്? കോൺഗ്രസിൽ നിങ്ങൾ KPCCയുടെ മാറ്റം, KPCC അധ്യക്ഷനെ റിപ്പോർട്ടർ TV ആണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. നമ്മൾ ഈ വാർത്ത നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. നമുക്ക് കിട്ടിയ സോഴ്സിനെ ഉദ്ധരിച്ചാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്നിപ്പോൾ മറ്റു മാധ്യമങ്ങൾ കൂടി അത് പറഞ്ഞതോടുകൂടി എല്ലാവർക്കും കാര്യങ്ങൾ ഏറെക്കുറെ ബോധ്യപ്പെട്ടു എന്നാണ് മനസ്സിലാവുന്നത്. ആദ്യം റിപ്പോർട്ടർ പറയും, പിന്നെ ബാക്കിയുള്ളവർ സംശയിക്കും, പിന്നീട് അത് യാഥാർത്ഥ്യമാകും. അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തായാലും റോഷി, ഗുഡ് മോർണിംഗ്. ആ വാർത്തയുടെ തുടർച്ചയാണ്. റോജി M. ജോണിൻ്റെ പേരൊക്കെ ആദ്യം നിർദ്ദേശിച്ചു എന്നാണ് കേട്ടതല്ലേ? പക്ഷേ ആന്റണിയിലേക്കും സണ്ണി ജോസഫിലേക്കും എത്തുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. താമസിയാതെ ഉണ്ടാകുമോ മാറ്റം, ഋഷി? ഡോക്ടർ അരുൺകുമാർ, സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഈ അഴിച്ചുപണി അത് നേരത്തെ തന്നെ ഹൈക്കമാൻഡ് തീരുമാനിച്ചതാണ്. പല കാരണങ്ങളാൽ അത് വൈകി എന്ന് മാത്രം. ഇനി വൈകിക്കൂടാ. കാരണം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് പാർട്ടി തയ്യാറെടുക്കണം. ഇപ്പോൾ പാർട്ടിയുടെ പ്രവർത്തനം അത്ര ഊർജ്ജസ്വലമല്ല എന്ന് വിലയിരുത്തൽ ഹൈക്കമാൻഡുണ്ട്. നേരത്തെ തന്നെ ഹൈക്കമാൻഡ് ഇത് സംബന്ധിച്ച് പരിശോധന നടത്തുകയും ചെയ്തതാണ്. ഈ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി തന്നെ നേരിട്ടിടപെട്ടാണ് മല്ലികാർജ്ജുൻ ഖാർഗെയോട് സുധാകരനെ ദില്ലിക്ക് വിളിപ്പിക്കാൻ അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അതിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ സുധാകരൻ ദില്ലിയിലെത്തുകയും മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി കൃത്യമായി സുധാകരനെ മാറ്റുന്നു എന്ന സന്ദേശം ഹൈക്കമാൻഡ് നൽകുകയും ചെയ്തു. ഇനി ആ പ്രഖ്യാപനമാണ് ഏറ്റവും അടുത്ത സമയത്ത് തന്നെ, അടുത്ത ദിവസം തന്നെ പ്രഖ്യാപനം ഉണ്ടാകും എന്ന വിവരങ്ങളാണ്. ഒരുപക്ഷെ ഇന്ന് അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ ഉണ്ടാകും എന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അതിൽ രണ്ട് പേരുകളാണ് ഇപ്പോൾ. ആന്റണി പത്തനംതിട്ട MP, രണ്ടാമത്തേത് സണ്ണി ജോസഫിന്റെ പേര് സുധാകരനാണ് നിർദ്ദേശിച്ചത്. സണ്ണി ജോസഫിനെ അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കണമെന്ന ആവശ്യമാണ് സുധാകരൻ മുന്നോട്ട് വെച്ചത്. പക്ഷേ നേരത്തെ തന്നെ ഹൈക്കമാൻഡ് ആന്റണിയെ അധ്യക്ഷ പദവിയിൽ നിയമിക്കാനുള്ള ആലോചന നടത്തിയതാണ്. ഏതാണ്ട് ഇതിൽ ധാരണയായിട്ടുണ്ട്. അതുകൊണ്ട് മറ്റൊരു തീരുമാനത്തിലേക്ക് എത്താൻ സാധ്യത വളരെ കുറവാണ്. ആന്റണി KPCC അധ്യക്ഷ പദവിയിലേക്ക് എത്തും എന്ന കൃത്യമായ സൂചനകൾ തന്നെയാണ് പുറത്തുവരുന്നത്. ഏതായാലും ദീപാദാസ് മുൻഷി തന്നെ സംസ്ഥാനത്ത് തുടർന്ന് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള തീരുമാനമടക്കമുള്ള അങ്ങനെ ഗൗരവമായ തീരുമാനങ്ങൾ ഹൈക്കമാൻഡ് എടുത്തിട്ടുണ്ട്. കാരണം സംസ്ഥാനത്ത് ഇപ്പോൾ പാർട്ടി നിൽക്കുന്ന അവസ്ഥ അത്ര ഗുണകരമല്ല. ദുർബലമായ സ്ഥിതിയിലാണ് പല ജില്ലകളിലും സംഘടനാ സംവിധാനമുള്ളത്. അത് കൂടുതൽ ഊർജ്ജസ്വലമാക്കിയില്ലെങ്കിൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് പാർട്ടി കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പുതിയ നേതൃത്വത്തെ, അത് ആന്റണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ നേതൃത്വം, അത് KPCC ഭാരവാഹികളൊക്കെ പുതിയ ഭാരവാഹികളായിരിക്കും. നിലവിലുള്ള കമ്മിറ്റി പൂർണ്ണമായും പിരിച്ചുവിട്ട് തന്നെയാണ് പുതിയ കമ്മിറ്റി നിശ്ചയിക്കാനുള്ള തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തുന്നത്. അരുൺകുമാർ.